സഹോദരി സഹോദരന്മാരെ, KPMSൻ്റെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായ ഈ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ. ഇവിടെ KPMS ജനറൽ സെക്രട്ടറി ബഹുമാനായ പുന്നല ശ്രീകുമാർ അദ്ദേഹത്തിൻ്റെ സ്വാഗത ഭാഷണം നീണ്ടുപോയി എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ നീണ്ടുപോയി ഒന്നല്ല അത്. കാരണം സമ്മേളനം നടത്തുന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറിക്ക് സംഘടനയുമായും സമ്മേളനവുമായും ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്വാഭാവികമായും അവതരിപ്പിക്കാനുണ്ടാകും. അതാണ് അദ്ദേഹം ചെയ്തത്. അതൊരു നീണ്ടുപോകലായി കണക്കാക്കുന്നില്ല. എന്നാൽ ഞങ്ങൾ കുറേ പേർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരെല്ലാവരും അതേപോലെ ദീർഘമായി സമയമെടുത്താൽ നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടിലാവും. അപ്പോൾ അത് കണക്കാക്കി ഞങ്ങളെല്ലാവരും ഔചിത്യം കാണിച്ച് ഉള്ള ഒരു സമയമെടുക്കാമെന്നാണ് കരുതുന്നത്. ഒരു ദീർഘമായ പ്രസംഗത്തിലേക്ക് പോകാനല്ല ഞാൻ ഈ സമയം ഉദ്ദേശിക്കുന്നത്. ബഹുമാനായ പുന്നല പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നവോത്ഥാന പാരമ്പര്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയുണ്ടായി. നവോത്ഥാന നായകരെ അദ്ദേഹം ഓർക്കുകയുണ്ടായി. അതിൻ്റെ തുടർച്ചയായി കേരളം നേടിയ പൊതുവായ നേട്ടങ്ങൾ, അതിൽ നിന്ന് പുറകോട്ട് പോകാനുള്ള ചില നീക്കങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു. അദ്ദേഹം പറയുമ്പോൾ അത് ഗൗരവമായി കണ്ട് സർക്കാർ നടപടികൾ സ്വീകരിക്കണമെന്ന് കൂടി പറഞ്ഞു. ശരിയാണ്, ആ പറഞ്ഞ കാര്യങ്ങളിൽ വസ്തുതകൾ പരിശോധിച്ചാൽ നമ്മുടെ നാടിൻ്റെ നവോത്ഥാന മൂല്യങ്ങൾക്ക് പോറലേൽക്കത്തക്ക രീതിയിലുള്ള ഒരുപാട് നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഇത് ശ്രീ പുന്നല നമ്മുടെ ജനങ്ങൾക്കുണ്ടായ എന്തോ ഒരു തെറ്റായ നിലപാടിൻ്റെ ഭാഗമായി വരുന്നതാണ് എന്നാണ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. എൻ്റെ വിനീതമായ അഭിപ്രായം അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. നമ്മുടെ നാട്ടിൽ ഈ ഒരവസ്ഥ മാറണം എന്ന് ചിന്തിക്കുന്നൊരു വിഭാഗം, അതിനുവേണ്ടി എല്ലാ തരത്തിലുള്ള ഗൂഢപ്രവൃത്തികളിലും ഏർപ്പെടുന്ന നില വരുന്നു. അത് നമ്മൾ കാണാതിരിക്കുന്നുവെങ്കിൽ നമുക്ക് എന്തിനെതിരെയാണോ നിലപാട് സ്വീകരിക്കേണ്ടത് ആ നിലപാട് കൃത്യമായി സ്വീകരിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും. നാം നവോത്ഥാന മൂല്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അന്ന് നിലവിലുണ്ടായിരുന്ന ഒട്ടേറെ അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, അതിനെല്ലാം എതിരെ പടനയിക്കാൻ മഹാന്മാരായ നവോത്ഥാന നായകന്മാർ തയ്യാറായിരുന്നു. അതിൻ്റെ തുടർച്ചയായി നമുക്ക് നേടാൻ കഴിഞ്ഞ നേട്ടത്തിൻ്റെ ഭാഗമായാണ് നമ്മുടെ രാജ്യത്ത് തന്നെ വേറിട്ട് നിൽക്കുന്നൊരു സംസ്ഥാനമായി കേരളം നിൽക്കുന്നത്. നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിലുണ്ട്. നമ്മുടെ നവോത്ഥാന കാലത്തെപ്പറ്റി നാം വലിയ തോതിൽ അഭിമാനം കൊള്ളുന്നതാണ്, അഭിമാനം കൊള്ളേണ്ടതുമാണ്, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മളെക്കാളും ശക്തമായ നവോത്ഥാന പ്രസ്ഥാനം ഉണ്ടായിരുന്നു നമ്മുടെ അയൽനാടുകളുണ്ടായിരുന്നു.
നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമായ ചില സംസ്ഥാനങ്ങളെടുത്താൽ അവിടെയായിരുന്നു ഏറ്റവും കൂടുതൽ നമ്മളെക്കാളും ശക്തമായ നവോത്ഥാന പ്രസ്ഥാനം ഉണ്ടായിരുന്നത്. എന്താ അവിടുത്തെ സ്ഥിതി? അവിടെ ഈ പറഞ്ഞ കാര്യങ്ങൾ തുടരാൻ പറ്റിയോ? എല്ലാതരം വേർതിരിവുകളും, ജാതീയമായ വേർതിരിവ്, മതപരമായ വേർതിരിവ്, അതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റ് ഭേദചിന്തകൾ, അതിൻ്റെ കൂടെ വരേണ്ട മറ്റെല്ലാ കാര്യങ്ങളും തുറന്നു പോവുകയില്ലേ? എങ്ങനെ നമുക്ക് ഈ മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞു? എന്തുകൊണ്ട് നമ്മെക്കാളും നവോത്ഥാന പ്രസ്ഥാനം ശക്തമായിരുന്ന ആ സ്ഥലങ്ങളിൽ ഈ പറയുന്ന രീതിയിലുള്ള മാറ്റം ഉണ്ടാകാതിരുന്നു? അത്തരമൊരു പരിശോധനയിലേക്ക് നമ്മൾ കടന്നാൽ നമുക്ക് കാണാൻ സാധിക്കും, ഇവിടെ നവോത്ഥാന പ്രസ്ഥാനത്തിന് ശരിയായ പിന്തുടർച്ചയുണ്ടായി. സാമ്പത്തിക, സാമൂഹ്യ, രാഷ്ട്രീയ രംഗത്തെല്ലാം അതിൻ്റേതായ പ്രതിഫലനങ്ങളുണ്ടായി. അതിൻ്റെ ഭാഗമായുള്ള മാറ്റങ്ങൾ ഓരോ ഘട്ടത്തിലും കേരളീയ സമൂഹത്തിലുണ്ടായി. മാറ്റത്തിൻ്റെ വിവിധ ദശകളുണ്ട്, അതിലേക്കിപ്പോൾ ഞാൻ ഓരോന്നും എടുത്ത് വിശദമായി പറയുന്നില്ല. അങ്ങനെയാണ് നമുക്കിവിടെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഭേദചിന്ത ഇല്ലാതിരിക്കുക. ഭേദചിന്ത എങ്ങനെയാണ്? മതപരമായ ഭേദചിന്തയുണ്ട്, ജാതീയമായ ഭേദചിന്തയുണ്ട്. അതെല്ലാം ഇല്ലാതായി എല്ലാവരും സഹോദരന്മാരാണ് എന്ന നിലയിൽ ജീവിക്കുന്നൊരു നാടായി മാറുക. ഇത് നവോത്ഥാന കാലത്തിൻ്റെ ഒരു സ്വപ്നമാണ്. ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം എന്നൊരു സ്വപ്നം. അത്തരമൊരു നിലപാട് എല്ലാ മതത്തിൻ്റെയും സാരം ഒന്നാണ് എന്ന് പറയുന്ന നില നമ്മുടെ നാട് ആ വഴിക്ക് നല്ലോണം മുന്നോട്ട് പോയി. അതിനോടൊപ്പം ഇവിടെ പുന്നല പറഞ്ഞ രീതിയിലുള്ള അടിച്ചമർത്തപ്പെട്ട വിഭാഗം, ആ അടിച്ചമർത്തപ്പെട്ട വിഭാഗം അന്നത്തെ ജന്മി നാടുവാഴി സമ്പ്രദായത്തിൻ്റെ ഭാഗമായി വലിയ തോതിൽ പീഡനം അനുഭവിക്കേണ്ടി വന്നവരാണ്. അന്നുണ്ടായിരുന്നൊരു പ്രത്യേകത ഓർക്കണം. അന്നത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുവായ അവസ്ഥ, ആ രാജ്യത്തിൻ്റെ പൊതുവായ അവസ്ഥ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു ആ ഭരണ സംവിധാനം, സാമ്രാജ്യത്വം. അവർക്ക് താങ്ങും തണലുമായി ഈ നാട്ടുംപുറങ്ങളിലെ ഓരോ വില്ലേജിലെ ഓരോ പ്രദേശത്തെ ഉടമകൾ, ഭൂവുടമകൾ, അവരാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ. അവരുടെ പിന്തുണ ഈ ഭരണത്തിൻ്റെ സംരക്ഷണം അവർക്കാളെ തല്ലുകയും കൊല്ലുകയും ചെയ്യാം. സ്വാഭാവിക മരണം നടന്ന് കല്ലുകെട്ടി താഴ്ത്തുന്നതിനെ പറ്റിയാണ് പുന്നല നേരത്തെ ഇവിടെ പറഞ്ഞത്. എത്രയോ പേരെ നിർദ്ദയം കൊലപ്പെടുത്തി കഴിഞ്ഞു. ആരുമില്ല ചോദിക്കാൻ. എന്തും ചെയ്യാം. എന്ത് നല്ലതും
മോഹിച്ചാൽ തമ്പുരാന് കിട്ടണം, ഏത് തമ്പുരാനായാലും. ആ ഒരു കാലം ആർക്കും ശബ്ദിക്കാൻ തോന്നാത്ത കാലം. ആ കാലത്ത് ഇതിനെതിരെ ശബ്ദിക്കണം എന്ന ബോധമുണ്ടാക്കലാണ് എത്ര സാഹസികമായ കാര്യമാണെന്ന് ആലോചിച്ച് നോക്കൂ. അതിൻ്റെ ഭാഗമായുള്ള സംഘടനാ രൂപങ്ങൾ വരുന്നു. അതിൻ്റെ വിശദമായ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, അതിൻ്റെ ഒന്നൊരു വേദിയല്ല ഇത് എന്നുള്ളതുള്ളൂ. ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ സംഘടനാ രൂപം വരുന്നു. ഈ പറഞ്ഞ കൊലക്കൊമ്പന്മാരായ, എല്ലാറ്റിനും അധികാരമുള്ള ആ ശക്തിയെ ചോദ്യം ചെയ്യാൻ പറ്റാവുന്ന മാനസികാവസ്ഥയിലേക്ക് അവരുയരുന്നു. പേര് പലതും അതിന് വിളിക്കാം. അവരുടെ ബോധം ഉയരുന്നു. ശക്തമായ അടിച്ചമർത്തപ്പെട്ടവരുടെ, നമ്മുടെ നാട്ടിലെടുത്താൽ, കുട്ടനാടും മറ്റുമെടുത്താൽ കർഷക തൊഴിലാളി വിഭാഗത്തിൻ്റെ സംഘടന ഉയർന്നു വരുന്നു. അതല്ലേ വസ്തുത? അതിൻ്റെ ഭാഗമായി സാമ്പത്തികമായ ഉച്ചനീചത്വങ്ങൾ അവസാനിപ്പിക്കാനുള്ള ശക്തമായ ഇടപെടൽ വരുന്നു. മറ്റു തരത്തിലുള്ള ഒട്ടേറെ നടപടികളിലേക്ക് പോകുന്നു. അതിൻ്റെ എല്ലാം ഭാഗമായുള്ള മറ്റൊരു ഭാഗമുണ്ട്. ആ ഭാഗത്തേക്കൊന്നും ഇപ്പോൾ വിശദമായി ഞാൻ പോവുകയല്ല. ഒരു മാറ്റം പൊതുവേ ഉണ്ടായി. ആ മാറ്റം നേടാൻ കഴിഞ്ഞ സമൂഹമാണ് നമ്മുടെ സമൂഹം. നാം കാണേണ്ട ഒരു കാര്യമുണ്ട്. ജാതിഭേദവും മതദ്വേഷവും ഇല്ലാത്ത ഒരു നാട് എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. ആ എല്ലാവരിലും യഥാർത്ഥത്തിൽ എല്ലാവരും ഉണ്ടോ? അതാണ് ചിന്തിക്കേണ്ട കാര്യം. ആ ചിന്ത ശരിയായ രീതിയിൽ ഉണ്ടായാൽ മാത്രമേ ആരാണ് അതിനെതിരായി നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയൂ. അതിനെതിരായി നിൽക്കുന്നവർക്കെതിരെ നിൽക്കാനുള്ള ശേഷി ആർജിക്കാനാവണം. അവിടെ കാലിടറരുത്. അവിടെ അവസരവാദ നിലപാടിലേക്ക് പോകരുത്. ശക്തമായ നിലപാട് സ്വീകരിച്ചു പോകണം. നമ്മുടെ നാടിനു മുന്നിൽ ഈ പറയുന്ന എല്ലാ ഭേദചിന്തയും വീണ്ടും കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടക്കുന്നു. പാവപ്പെട്ടവരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു. ഒരുപാട് ശ്രമങ്ങൾ ഓരോ പ്രദേശത്തും നടക്കുന്നു. നമ്മൾ കാണേണ്ടത് എങ്ങനെയാണ് നേരത്തെ അത്തരം കാര്യങ്ങൾക്കെതിരെ ശബ്ദമുയർന്നത്? സാമൂഹ്യ പരിഷ്കർത്താക്കളും നവോത്ഥാന നായകരും ശബ്ദമുയർത്തിയിട്ടുണ്ട്. നമ്മുടെ നാടിൻ്റെ ശബ്ദമായത് മാറിയിട്ടുണ്ട്. ആ രീതിയിൽ ശബ്ദമുയരേണ്ടതായിട്ടുണ്ട്. അതിനുള്ള യോജിപ്പ് വളർന്നു വരണം. അതാണ് പ്രധാനം. ഇത്തരം കാര്യങ്ങൾക്കെതിരെയുള്ള നമ്മുടെ നാടിനെ പഴയതിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള നീക്കങ്ങൾ നടക്കുമ്പോൾ അതിനെ ചെറുക്കാനുള്ള പൊതുയോജിപ്പ് വളർന്നു വരണം. നമ്മൾ ഒറ്റക്ക് ശക്തി ആർജിക്കേണ്ടത് തന്നെയാണ്. അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ഒറ്റക്ക് തന്നെ നടത്തണം. ഇതുപോലുള്ള കാര്യങ്ങൾ കൂട്ടായി നടത്താനും തയ്യാറാവണം. ആ കൂട്ടായ്മയ്ക്ക് പ്രാധാന്യം കൊടുക്കണം. ഉണ്ടോ ആ പ്രാധാന്യം? ചിന്തിക്കണം. എവിടെ വെച്ച് നഷ്ടപ്പെട്ടു ആ കൂട്ടായ്മയുടെ പ്രാധാന്യം? അതും ആലോചിക്കണം.
ഇതൊന്നും ഒറ്റയ്ക്ക് മാത്രം നിർവഹിക്കേണ്ടതല്ല. ആരുമില്ലെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യണം. പക്ഷെ കഴിയാവുന്നത്ര ആളുകളെ കൂടെ കൂട്ടിക്കൊണ്ട് ഇത്തരം തെറ്റുകൾക്കെതിരെ അണിനിരത്താൻ നോക്കണം. അതാണ് ഏറ്റവും പ്രധാനം. അത്തരം ശ്രമങ്ങൾ നടക്കുന്നില്ലെങ്കിൽ നമ്മുടെ സ്വന്തം എന്ന് കരുതുന്ന ആളുകളെ തന്നെ ഈ തെറ്റായ ധാരണയിലേക്ക് റാഞ്ചിയെടുക്കും. മനസ്സിലാക്കണമത്. ആ റാഞ്ചിയെടുക്കാനുള്ള ബോധപൂർവമായ നീക്കങ്ങൾ നടക്കുകയാണ്. കാണാതിരിക്കരുത്. ഏറ്റവും വലിയ സാമൂഹ്യ വിപത്തായി അത് മാറുകയാണ്. പുന്നല പറഞ്ഞു, സർക്കാർ ഇത്തരം കാര്യങ്ങളിൽ ഉറച്ച നിലപാടെടുക്കണമെന്ന്. നിങ്ങൾ ആഗ്രഹിക്കുന്ന എത്രമാത്രം ഉറച്ച നിലപാടാണോ അതിലും അധികമുള്ള ഉറച്ച നിലപാടുള്ള സർക്കാരാണിത്. ഒരു ആശങ്കയും സംശയവും ആ കാര്യത്തിൽ വേണ്ടതില്ല. ഒന്നിച്ചു നീങ്ങാം. നമ്മുടെ നാടിൻ്റെ സൽരീതികൾ, നേരത്തെ നാം തുറന്നു വന്ന നവോത്ഥാന മൂല്യങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് നേടിയെടുത്ത കാര്യങ്ങൾ, അത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ ഇടപെടൽ, അതിനായി കൂട്ടായി നമുക്ക് ശ്രമിക്കാം. നാം കാണേണ്ടത് KPMS മാത്രമല്ല, ഈ കേരളത്തിൽ മറ്റനേകം സംഘടനകളും പ്രസ്ഥാനങ്ങളുമുണ്ട്. സംഘടനാപരമായ വ്യത്യാസങ്ങളൊക്കെ കാണും. ഈ ഒരു കാര്യത്തിൽ എല്ലാവരും യോജിച്ചു നിൽക്കാനാവണം. നമ്മുടെ നാടിൻ്റെ തനിമ നിലനിർത്തലാണ് പ്രശ്നം. തെറ്റായ കാര്യങ്ങൾക്കെതിരെ അണിനിരക്കലാണ് പ്രശ്നം. ആ രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിച്ചു പോകാൻ നമുക്ക് കഴിയണം. സർക്കാർ പൂർണ്ണമായി അതോടൊപ്പം ഉണ്ടാകും എന്നതാണ് എനിക്ക് ഈ ഘട്ടത്തിൽ ചുരുക്കമായി പറയാനുള്ളത്. നമ്മുടെ സർക്കാരുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ പുന്നല ഇവിടെ ഉന്നയിക്കുകയുണ്ടായി. എപ്പോഴും പട്ടിക വിഭാഗത്തിൻ്റെ പ്രശ്നങ്ങളിൽ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാനാണ് സർക്കാർ ശ്രമിച്ചിട്ടുള്ളത്. ഇനിയും ആ രീതിയിൽ തന്നെയാണ് ശ്രമിക്കുക. സ്വാഭാവികമായും നമുക്ക് ചർച്ച ചെയ്യേണ്ട കുറേ പ്രശ്നങ്ങളുണ്ടാവും. അത് ചർച്ചയിലൂടെ തീരുമാനങ്ങളിലേക്ക് കടക്കാനും നമുക്ക് കഴിയും. അതിലെല്ലാം നാം കാണേണ്ട ഒരു കാര്യം, കേരളത്തിലെ പൊതുവായൊരു രീതിയുണ്ട്. നാം ബജറ്റ് വിഹിതമടക്കം സാധാരണഗതിയിൽ അനുവദിക്കേണ്ടതിനും അപ്പുറം പട്ടിക വിഭാഗത്തിന് അനുവദിക്കാറാണുള്ളത്. അത് പട്ടിക വിഭാഗത്തോടുള്ള, അധസ്ഥ വിഭാഗത്തോടുള്ള താല്പര്യത്തിൻ്റെ ഭാഗമായി തന്നെയാണ്. പ്രശ്നങ്ങൾ പലതും ഇനിയും ഉണ്ടാകാം. ആ പ്രശ്നങ്ങളിലൊക്കെ ന്യായമായ നിലപാട് സ്വാഭാവികമായും ഗവൺമെൻറ് സ്വീകരിക്കും. ചർച്ച ചെയ്യേണ്ട പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് പരസ്പരം ചർച്ച ചെയ്ത് വ്യക്തത വരുത്തി നിലപാടെടുത്തും പോകാം. മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. ഈ സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം സന്തോഷപൂർവ്വം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ.